പുത്തനത്താണി വൈലത്തൂർ റോഡിലെ കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടു. 1.5 മീറ്റർ ആഴവും വ്യാസവുമുള്ള ഒരു ഗർത്തവും 1 മീറ്റർ ആഴവും വ്യാസവുമുള്ള മറ്റൊരു ഗർത്തവുമാണ് റോഡിൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകി. 60 മീറ്ററോളം റോഡിന്റെ ടാറിങ്ങും അടർന്നു പൊങ്ങിയിട്ടുണ്ട്. കുറുക്കോളി മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി 5.20 കോടി രൂപ അനുവദിച്ച് അത്യാധുനിക രീതിയിൽ നവീകരിച്ച റോഡ് ഫെബ്രുവരി 17-നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് നവീകരണം ഏറെ വൈകിയത് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് റോഡ് വീണ്ടും തകർന്നത്. അശാസ്ത്രീയ രീതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതും ആവശ്യമായ സ്ഥലങ്ങളിൽ എയർവാൾവ് സ്ഥാപിക്കാത്തതുമാണ് തുടർച്ചയായി ഈ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജനങ്ങൾക്ക് പോകും വേണ്ടേ? റോഡല്ലേ, ഏത് വണ്ടിക്കാർ വന്നാലും കുടുങ്ങും. വലിയ വണ്ടി വന്നാലൊക്കെ എപ്പോ കുടുങ്ങും. അതൊക്കെ വിണ്ടു കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് എത്ര രാത്രി ഇന്നലെ ചെയ്യാൻ പറ്റുന്ന കാരണം 10-100 ജില്ല ബസ് ഓടുന്ന റൂട്ടാണ്. കാണുന്നതിനൊരു മീറ്റർ അധികമുണ്ട്. അപ്പൊ പെട്ടെന്ന് രാത്രി അറിയാത്ത വണ്ടി വന്നാൽ പെട്ടെന്ന് കുഴി ചാടി അപകടം സംഭവിക്കും. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. വിട്ടുമാറാത്ത കഴുത്തുവേദന, നടുവേദന, ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, നട്ടെല്ലിന്റെ ഒടിവുകൾ, കുട്ടികളിലെ ജന്മനായുള്ള നട്ടെല്ലിന്റെ വളവ്, കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം. എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ. പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും 2:30 മുതൽ വൈകുന്നേരം 6 മണി വരെ രോഗികളെ പരിശോധിക്കുന്നു. ഫോർ ബുക്കിംഗ് 7902835000. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.